പോലീസ് സ്റ്റേഷനിലെ ഇരുളടഞ്ഞ മുറി ലോക്കപ്പിനുള്ളിൽ അഭി അസ്വസ്ഥനായി നടന്നു. അധികം വൈകാതെ നന്ദു അവിടേക്കെത്തി. അവളുടെ മുഖത്ത് അഭിയോടുള്ള വെറുപ്പും പുച്ഛവും വ്യക്തമായിരുന്നു. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വെറുതെ ഇരുത്താനല്ല. അനന്തപുരിയിലെ മുത്തശ്ശൻ പൂർണ്ണ സമ്മതത്തോടെ നീ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് മറുപടി കേൾക്കാനാണ്. നന്ദുവിന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. അഭി പരിഹാസത്തോടെ ചോദിച്ചു, അതിന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ജ്വല്ലറിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നിനക്കോ നിന്റെ ചേച്ചിക്കോ എന്നോട് വ്യക്തിവൈരാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കാൻ എന്റെ കയ്യിൽ വിലങ്ങണിയേണ്ട കാര്യമുണ്ടോ? അബിയുടെ ചോദ്യം നന്ദുവിനെ ചൊടിപ്പിച്ചു. അവൾ രോഷത്തോടെ അബിയുടെ നേരെ പാഞ്ഞെടുത്തു. വ്യക്തിവൈരാഗ്യമോ? നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് കണക്ക് നിരത്തിയാൽ തീരില്ല അബി. സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് നല്ല പിള ചമഞ്ഞ് നീ കാട്ടിക്കൂട്ടിയ വേഷം കെട്ടുകളിൽ ഇനി നടക്കില്ല. നന്ദു ഓരോന്നോരോന്നായി ചോദ്യങ്ങൾ എറിഞ്ഞു. അനന്തപുരിയിൽ മൂർഖൻ പാമ്പ് വന്നതിനെക്കുറിച്ച് അവൾ ചോദിച്ചപ്പോൾ അബി ഒന്ന് പതറി. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അത് തനിയെ വന്നതായിരിക്കും എന്ന അബിയുടെ വാദം നന്ദു തകർത്തെറിഞ്ഞു. ആ പാമ്പിനെ നീ പണം കൊടുത്തു വാങ്ങിയ പാമ്പാട്ടി ഇപ്പോൾ സ്റ്റേഷനിലുണ്ട്. അയാളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നയനേച്ചിയെ കൊല്ലാൻ വേണ്ടി നീ നടത്തിയ ആ നീക്കം പൊളിഞ്ഞു അബി. നന്ദുവിന്റെ ആ വെളിപ്പെടുത്തൽ അബിയെ ശരിക്കും ഞെട്ടിച്ചു. പിടിവള്ളി നഷ്ടപ്പെട്ടതുപോലെ അവൻ നിന്നു. എന്നാൽ നന്ദു അവിടെയും നിർത്തിയില്ല. അനഘ എന്ന പാവം പെൺകുട്ടിയുടെ ജീവിതം തകർത്ത കഥകൾ അവൾ അബിയുടെ മുഖത്തു നോക്കി പറഞ്ഞു. ആദർശിന്റെ തലയിൽ കെട്ടിവെച്ച കുറ്റം യഥാർത്ഥത്തിൽ ചെയ്തത് അബിയാണെന്നും അനഘയുടെ കുഞ്ഞിന്റെ അച്ഛൻ അബിയാണെന്നുമുള്ള സത്യം അവൾ വിളിച്ചു പറഞ്ഞു. സ്വന്തം കുഞ്ഞിനെ പോലും അംഗീകരിക്കാത്ത ആദർശിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുറ്റക്കാരനാക്കിയ അബിയുടെ ക്രൂര മനസ്സിനെ അവൾ കീറിമുറിച്ചു. ആശുപത്രിയിൽ വെച്ച് അനഘയെ കൊല്ലാൻ വേണ്ടി കഴുത്ത് ഞെരിച്ചതും അബിയാണെന്നുള്ള ഡോക്ടറുടെ റിപ്പോർട്ടും സാക്ഷിമൊഴിയും നന്ദു നിരത്തി. ഓരോ തെളിവും അബിയുടെ മുഖത്തേറ്റ് പ്രഹരമായിരുന്നു. അബിയെ കൊണ്ടുപോയതിനു പിന്നാലെ അനന്തപുരിയിൽ നവ്യയുടെ രോഷം മണപൊട്ടി. അവൾ നയനക്ക് നേരെ തിരിഞ്ഞു. എന്റെ ഭർത്താവിനെ കൊടുക്കാൻ നീയും നിന്റെ അനിയത്തിയും കൂടി നടത്തിയ നാടകമാണിത്. ഇതിന് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കും, നവ്യ ശപിച്ചുകൊണ്ട് പറഞ്ഞു. ജലജ മരുമകൾക്ക് എരുതിയിൽ എണ്ണ എന്ന പോലെ ഉപദേശങ്ങൾ നൽകി. നമുക്കാരും തുണയില്ല മോളെ, ആകെ ഉള്ളത് നീ മാത്രാണ്. നിന്റെ അനിയത്തിയാണല്ലോ നന്ദു, നീ പോയി സംസാരിച്ച് അബി എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്ക്. ജലജയുടെ വാക്കുകൾ കേട്ട് വാശി കയറിയ നവ്യ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. അവിടെ അവൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. നന്ദു അബിയെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. ഭർത്താവിനെ തൊട്ടു പോകരുതെന്ന് ആക്രോശിച്ചുകൊണ്ടതിന് നവ്യ നന്ദുവിന് നേരെ തിരിഞ്ഞു. നീ എന്താ എന്റെ അബിയെ ഉപദ്രവിക്കുന്നത്? അവനെ എല്ലാവരും കൂടി ഒതുക്കാൻ നോക്കുകയാണ്. അതിന്റെ കൂടെ നീയും ചേർന്നോ? നവ്യയുടെ ചോദ്യത്തിൽ നിസ്സഹായതയും ദേഷ്യവും ഉണ്ടായിരുന്നു. എന്നാൽ നന്ദു കുലുങ്ങിയില്ല. ചേച്ചിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അറിയുമ്പോൾ ചേച്ചി തന്നെ ഇവനെ വെറുക്കും. അത്രയേറെ ക്രൂരതകൾ ഇവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ജ്വല്ലറിയിലെ പണം മാത്രമല്ല, പലരുടെയും ജീവിതം ഇവൻ തകർത്തു. നന്ദു പറയാൻ ശ്രമിച്ചു. പക്ഷേ പ്രണയം കണ്ണു നിറച്ച നവ്യ അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവൾ നന്ദുവിനെ വെല്ലുവിളിച്ചു. ആദർശിന്റെ അനിയുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടി നന്ദു നയനയും ആദർശിനെയും പ്രീതിപ്പെടുത്തുകയാണെന്ന് നവ്യ ആരോപിച്ചു. ഒടുവിൽ സത്യങ്ങൾ മുഖത്തു നോക്കി പറയാൻ മടിക്കാത്ത നന്ദു ചേച്ചിയോട് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെട്ടു. അപമാനിതയായി എന്നാൽ വാശി ഒട്ടും കുറയാതെ നവ്യ അവിടെ നിന്നും ഇറങ്ങി. സ്റ്റേഷനിൽ നിന്നുള്ള ഇറക്കം നവ്യ നേരെ എത്തിച്ചത് സ്വന്തം വീടായ നന്ദാവനത്തിലേക്കാണ്. അവിടെ അച്ഛൻ ഗോവിന്ദനും അമ്മ കനകദുർഗയും നയനയും എല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അബിയുടെ അറസ്റ്റ് ന്യായമാണെന്നും അവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കണമെന്നും മാതാപിതാക്കൾ പറയുന്നത് കേട്ടാണ് നവ്യ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. ഹോ, എല്ലാരും കൂടി എന്റെ ജീവിതം തകർക്കാനുള്ള ഗൂഢാലോചന നടത്തുവാണല്ലേ? നവ്യ പൊട്ടിത്തെറിച്ചു. സ്വന്തം മാതാപിതാക്കൾക്ക് പോലും നയനയോടും നന്ദയുടെ പക്ഷം ചേർന്നു എന്ന് അവൾക്ക് സഹിക്കാനായില്ല. അബി ചെയ്തത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം മോളെ, ഗോവിന്ദൻ ശക്തമായി പറയാൻ ശ്രമിച്ചു. എന്നാൽ നവ്യ അടങ്ങിയില്ല. നിങ്ങളെപ്പോലുള്ള അനിയത്തിമാരുണ്ടായത് എന്റെ ശാപം. ചെറുപ്പം മുതലേ എനിക്ക് നിങ്ങളെ കൊണ്ട് ശല്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നയനയെയും നവ്യയെയും നോക്കി നവ്യ ആക്രോശിച്ചു. അബിയെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണമെന്നും തന്നെ വേദനിപ്പിച്ചവർക്കെല്ലാം മറുപടി നൽകണമെന്നും വെല്ലുവിളിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. നയനയും മാതാപിതാക്കളും അവളുടെ പോക്ക് കണ്ട് നെടുവീർപ്പിട്ടു. വാശിപ്പുറത്ത് ജലജയും നവ്യയും ചേർന്ന് വക്കീലിനെ കണ്ട് അബിക്ക് ജാമ്യം സംഘടിപ്പിച്ചു. കേസിന്റെ കുരുക്കുകൾ മുറുകുമ്പോഴും താൽക്കാലിക ആശ്വാസം എന്നോണം അബി പുറത്തിറങ്ങി. ജാമ്യം കിട്ടിയ അഹങ്കാരത്തോടെ നവ്യയുടെയും ജലജയുടെയും അകമ്പടിയോടെ അബി വീണ്ടും അനന്തപുരിയിലേക്ക് വണ്ടി കയറി. താൻ ജയിച്ചു എന്ന ഭാവമായിരുന്നു അബിയുടെ മുഖത്ത്. നന്ദുവിനും ആദർശനും നേരെയുള്ള ഒരു വെല്ലുവിളിയായിരുന്നു ആ തിരിച്ചുവരവ്. അനന്തപുരിയുടെ പടവാതിൽക്കൽ വണ്ടി വന്നു നിന്നു. ജലജയും നവ്യയും അബിയും ഉമ്മറത്തേക്ക് കയറി. എന്നാൽ അവിടെ കാത്തു നിൽക്കുന്ന കണ്ണുകളുമായി മുത്തശ്ശനും മുത്തശ്ശിയും നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ഇവിടെ നടന്നത്? നിങ്ങൾ ഇവനെ ജാമ്യത്തിലിറക്കി കൊണ്ടുവന്നോ? മുത്തശ്ശന്റെ ശബ്ദത്തിൽ ഗാംഭീര്യം നിറഞ്ഞിരുന്നു. ജലജ മകനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. എന്റെ മോനല്ലേ, എനിക്കവനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ.
അവരെല്ലാരും കൂടി ചേർന്ന് ചതിച്ചതാണ്. നവ്യയും ഭർത്താവിനെ പിന്തുണച്ചു. മുത്തശ്ശ, അഭി ചെറിയ തെറ്റുകളെ ചെയ്തിട്ടുള്ളൂ. അത് കുടുംബത്തിൽ തീർക്കേണ്ട പ്രശ്നമല്ലേ? അത് പോലീസിനെ വിളിപ്പിച്ച് ഇങ്ങനെയൊക്കെ നാണം കെടുത്തേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? ആ ചോദ്യം മുത്തശ്ശന് നിയന്ത്രണം കളഞ്ഞു. അദ്ദേഹം അഭിയുടെ നേരെ പാഞ്ഞു ചെന്നു. അവന്റെ കഴുത്തിനങ്ങ് കുത്തിപ്പിടിച്ചു. ചെറിയ തെറ്റുകളോ? ഇവൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിക്ക് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്നതാണോ? അനഘയോടും കുടുംബത്തോടും ഇവൻ ചെയ്ത ചതികൾക്കൊന്നും തന്നെ മാപ്പില്ല. നിന്നെപ്പോലൊരു വിഷജന്തു ഈ തറവാട്ടിൽ ജീവിക്കുന്നത് തന്നെ പാപമാണ്. കുലം മുടക്കാനായി അവതരിച്ചവനാണ് നീയെ, മുത്തശ്ശൻ അലറിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് അബിയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. ജലജയും നവ്യയും സ്തംഭിച്ചു പോയി. താൻ ചെയ്ത പാപങ്ങളുടെ ശമ്പളം അബിക്ക് ലഭിച്ചു തുടങ്ങുകയായിരുന്നു. അനന്തപുരിയിൽ നിന്നും ഇനി അബിക്ക് സ്ഥാനമില്ലെന്ന മുത്തശ്ശന്റെ പ്രഖ്യാപനം അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നു. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ സത്യം ജയിച്ചു തുടങ്ങുന്നതിന്റെ സൂചനയായിരുന്നു ആ അടി. മുത്തശ്ശൻ അങ്ങനെ അബിയെ സപ്പോർട്ട് ചെയ്യുന്ന സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് നവ്യക്ക് ഇതിന്റെ ഒന്നും സത്യാവസ്ഥ മനസ്സിലാവുന്നില്ല. നവ്യ വീണ്ടും അബിയെ തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും കേട്ടുകൊണ്ടായിരിക്കട്ടോ തെളിവുമായി തന്നെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. അബി ചെയ്ത ഓരോ കള്ളത്തരങ്ങളും തെളിവ് സഹിതം തന്നെ നവ്യയെ ഒതുക്കാൻ വേണ്ടിയിട്ട് ആദർശ് ഓരോ തെളിവും തന്നെ നവ്യക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും. ജ്വല്ലറിയിലെ തിരിമറി നടത്തിയതും അതുപോലെ തന്നെ ആ ഒരു പാമ്പാട്ടിയെ ഉപയോഗിച്ച് തന്നെ പാമ്പിനെ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളും അതെല്ലാം ദൃശ്യസഹിതം തന്നെ നവ്യക്ക് കാണിച്ചു കൊടുക്കാൻ ആദർശ്. എന്നാൽ പെട്ടെന്ന് നവ്യക്ക് ഇതൊട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അബി ചെയ്ത തെറ്റ് അനഘയുടെ കാര്യം മാത്രമായിരിക്കട്ടെ നവ്യയിൽ നിന്നും അവരെല്ലാവരും മറച്ചു വെക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും അബി ചെയ്തു എന്ന കാര്യം തെളിവോടുകൂടെ തന്നെ നവ്യക്ക് കാണിച്ചു കൊടുക്കുന്നതോടുകൂടെ തന്നെ നവ്യ വല്ലാതായി പോവാണ്. താൻ വിശ്വസിച്ച താൻ ഇത്ര കാലം തന്റെ ഭർത്താവിനെ ഒരുപാടധികം സ്നേഹിച്ചിരുന്നു. തന്റെ ഭർത്താവ് തന്നെയും തന്റെ മകനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ അബി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ നവ്യ വാദിച്ചിരുന്നു. എന്നാൽ തെളിവെല്ലാം കണ്ടതോടുകൂടി തന്നെ നവ്യ പോലും ആകെ തകർന്നടിഞ്ഞു പോവാണ്. ഇത്രയും തെറ്റുകളൊക്കെ നവ്യ ചെയ്തത് കൊണ്ട് തന്നെ ഇനി ഒരുപക്ഷെ ഇവരെല്ലാവരും പറയുന്നത് സത്യമായിരിക്കോ? ചന്തുമോൾ ശരിക്കും ആദർശേട്ടന്റെ കുഞ്ഞല്ല എന്ന് പറയുന്നത് സത്യമായിരിക്കോ? ഇനിയൊരു പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ അബിയുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കോ ആ ഒരു തെറ്റും പറ്റിയിരിക്കുന്നത്? അങ്ങനെ നവ്യ രഹസ്യമായിട്ട് തന്നെ ആ ഒരു വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന് മാത്രല്ല നവ്യയെ പോലും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ആ ഒരു വലിയ സത്യം പുറത്തു വരുന്നുണ്ട്. അബി തന്നെയാണ് അനഘയെ ചതിച്ചത് എന്നും അബിക്ക് അനഘയിൽ ഉണ്ടായിരിക്കുന്ന കുഞ്ഞാണ് ചന്തുമോളി എന്ന സത്യമെല്ലാം തന്നെ നവ്യ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു സത്യം നവ്യ തിരിച്ചറിഞ്ഞതോടുകൂടെ തന്നെ നവ്യ ആകെ ഭയന്ന് വിറച്ചു പോവാണ്. അബി താൽക്കാലികമായി ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിൽ പോലും അബിയെ ഇനി വച്ചേക്കില്ല എന്നായിരിക്കട്ടെ നവ്യ തീരുമാനിക്കുന്നത്. തന്നെയും തന്റെ വീട്ടുകാരെയും ഇത്രത്തോളം ചതിച്ച അബിയെ ഇനി ഏതായാലും വെറുതെ വിടാനൊന്നും നവ്യ തീരുമാനിച്ചില്ല. എത്രയും പെട്ടെന്ന് തന്നെ അബിയെ കൊല്ലണം. അങ്ങനെ നവ്യ അബിയെ കൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ തന്ത്രപരമായി തയ്യാറാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിവിദഗ്ധമായ നീക്കങ്ങളോടുകൂടെ തന്നെ നവ്യ അബിയങ്ങ് കൊന്നുകളയും. അതിന്റെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഓൾറെഡി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നവ്യ ഏതായാലും അബിയെ കൊല്ലുന്നുണ്ട് എന്ന് മാത്രമല്ല പോലീസ് സ്റ്റേഷനിലേക്ക് ധൈര്യത്തോടു കൂടെ തന്നെ കടന്നു ചെന്നുകൊണ്ട് തന്നെ താൻ ചെയ്ത് തെറ്റി തന്റെ ഭർത്താവിനെ താൻ കൊന്നു എന്ന കാര്യമെല്ലാം തന്നെ പോലീസുകാരോട് ഏറ്റു പറയുന്നുണ്ട് നവ്യ. അങ്ങനെ പോലീസുകാരെല്ലാവരും ചേർന്ന് നവ്യെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നല്ല അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആട്ടോ ഇനി വരാൻ പോകുന്നത്. അങ്ങനെ പോലീസുകാരെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തിരിക്കുന്ന കൊലപാതകിയായിട്ടുള്ള നവ്യെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി സൂപ്പർ സീനൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം.